കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ജസ്നയ്ക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന ഉണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വെളിയിൽ നിന്നുകൊണ്ട് ഒരു വിഗ്രഹം പോലെ വെച്ചിട്ട് അതിനകത്ത് മാല ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി വിധി പോലെ വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഫോട്ടോ എടുക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. അത് മെയിനായിട്ട് ഒരു അന്യമതസ്ഥ ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവിടുത്തെ എന്തോ ഒരു ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം അതൊക്കെ അറിയാവുന്ന ജസ്ന എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെ അതൊക്കെ പാലിക്കാതെ ഇരിക്കുമ്പോഴത്തേന് ഇതിന് മുമ്പ് ഇതേ കണക്ക് എന്ത് ചെയ്തായിരുന്നു, കേക്കൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് വെച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതേ കണക്ക് കോടതിയുടെ വിധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വാണിംഗ് ചെയ്ത് വിട്ടതാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ രണ്ടാമത് ഇതേ കണക്ക് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കോടതി വിധി ഇതുപോലെ വന്നേക്കുന്നത്. ആഹ്വാനം, അതായത് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഇവർ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുവാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർ ഒരു മുസ്ലിമാണ്. ഇവർ ഇങ്ങനത്തെ എന്താ പറയുക, ഒരു ഗുരുവായൂരിൽ വന്നിങ്ങനെ തൊഴുന്ന സമയത്ത് തന്നെ കുറേയധികം ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു നോർമലി തന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മതത്തിൽപ്പെട്ടവർ തന്നെ ഇവളെന്തിനാണ് ഇങ്ങനെ പോയി കൃഷ്ണൻ്റെ ഫോട്ടോസൊക്കെ വരച്ചിട്ട് അവിടെ ചെന്ന് ഇത് കണക്ക് എന്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഹേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കുറേയധികം പേര് അവരെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഏതാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ ഇവർ നിയന്ത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇവർക്കറിയാം അവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഇന്ന നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇവരിതൊന്നും വലിയ രീതിയിൽ എടുക്കാതെ ഇങ്ങനത്തുള്ള ഫോട്ടോസും കാര്യങ്ങളും പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിപ്പം കേസ് കൊടുത്തേക്കുന്നത് ദേവസ്വം ബോർഡിൽ അവിടെ തന്നെ ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് വന്നേക്കുന്നത്. അതും കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള ഒരു കേസിലാണ് വന്നേക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഇത് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അറിയാതെ ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാവുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്യാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാനാണ് ചാൻസ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവിടുത്തെ റൂൾസും കാര്യങ്ങളും. അവിടെ ഉള്ളവർ തന്നെ ഈ ജസ്നയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പും. അപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാതെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇത് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനഃപൂർവ്വം ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ള ഡൗട്ട് കുറേയധികം പേർക്കുണ്ട്. ഈ ഒരു സംഭവം ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇവർക്ക് നെഗറ്റീവ് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഒരു മുസ്ലിം യുവതി ഇതേ കണക്ക് ചെയ്യുന്നു, ഒരു കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേന് അവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്ന്. അപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ പ്രശ്നത്തിലൊക്കെ വരാറുണ്ട്. അപ്പോൾ മാക്സിമം ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് മനഃപൂർവ്വം ആളറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? അവർക്കറിയാം ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ എന്നിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുവാണ് എന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത്. അവരിത്തിരിയെങ്കിലും ഇതൊക്കെ കണ്ടൊന്ന് പഠിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഇതേ കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കണം. എന്തായാലും ഈ കേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നേരത്തെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ന്യൂസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, അതായത് പെട്ടെന്ന് തന്നെ ന്യൂസും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.